ബെൻഡ് അടിക്കുമ്പോഴേ ബെൻഡ് ഇങ്ങനെ മടങ്ങി മടങ്ങി പോവാം. നമ്മൾ ആദ്യം വിചാരിച്ചു പൈപ്പ് മോശമായിട്ടാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കുറേ നാളായി നമ്മുടെ ബെൻഡ് സ്പ്രിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ബെൻഡറിൻ്റെ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ബെൻഡർ കേട്ടോ, അപ്പം അത്യാവശ്യം പഴക്കം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ബെൻഡറൊന്നും മാറ്റിയാലോ എന്ന് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ബെൻഡർ മേടിച്ചതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ബെൻഡർ കെട്ടുമ്പോഴേ ഫ്രണ്ടിൻ്റെ കടയിൽ ആ ഹുക്ക് ഉണ്ടല്ലോ അതിലൊരിക്കലും കെട്ടരുത്. അതിൻ്റെ മുന്നിൽ കൂടെ കോർത്തിട്ട് ഫ്രണ്ടിലൊരു കെട്ടിട്ടിട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ബെൻഡറിൽ ഇങ്ങനെ ഉള്ളിൽ കയറ്റിയിട്ട് വലിച്ചെടുക്കില്ലേ, വലിച്ചെടുക്കുമ്പോൾ വലിച്ചിലും കാര്യങ്ങളൊന്നും വരില്ല, നല്ല കറക്റ്റായിട്ട് വരില്ല. അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കട്ടെ. നമ്മളിത് നമ്മുടെ ഐഡിയ ഒന്നുമല്ല, നമ്മളിതുപോലെ ഓരോ വീഡിയോ കണ്ടിട്ടാണ് അത് വേറെ കാര്യം. പിന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളത് കെട്ടണ നേരത്ത് പുതിയത് മേടിച്ചതല്ല, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പുതിയതിൽ ബെൻഡ് അടിച്ചിട്ടുള്ള ബെൻഡിങ് ആണ് കാണുന്നത്. അപ്പോൾ ആ പൈപ്പ് തന്നെ അതിൽ തന്നെ അടിച്ചാണ് അത് പക്കയായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ ബെൻഡറിൻ്റെ കുഴപ്പമായിരുന്നു. അത് കണ്ട മുന്നേ നമ്മൾ അടിച്ചിട്ടുള്ള ബെൻഡർ കണ്ടോ. അപ്പോൾ കുറച്ച് ബെൻഡറൊക്കെ ഒരു നമ്മുടെ നമുക്ക് സൂചനകൾ തരുമ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. ഓക്കെ.